നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രദോഷമായിരുന്നു. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ അനുഷ്ഠാനമാണ് പ്രദോഷവ്രതം. ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, ആയുരാരോഗ്യം, പാപമുക്തി, ഐശ്വര്യം, സത്കീർത്തി എന്നൊക്കെയാണ് ഫലം. മഹാദേവൻ്റെ അനുഗ്രഹത്തിന് ധാരാളം വ്രതങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ലളിതമായി അനുഷ്ഠിക്കാവുന്ന വ്രതമാണിത്. ഒരു മാസത്തിൽ 2 പ്രദോഷങ്ങളാണ് വരുന്നത്. കറുത്ത പക്ഷത്തിലേതും വെളുത്ത പക്ഷത്തിലേതും. ഈ മാസം നമുക്ക് മെയ് 5-നായിരുന്നു പ്രദോഷം. ദശാദോഷം, ജാതകദോഷം എന്നിവ അനുഭവിക്കുന്നവർക്ക് ദുരിതകാഠിന്യം കുറയ്ക്കുവാൻ ഒരു ഉത്തമ മാർഗമാണ് പ്രദോഷവ്രതം അനുഷ്ഠാനം. ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ദേവിക്ക് പൗർണമി ദിനം പോലെ, വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് പ്രാധാന്യമുള്ള ദിനമാണ് പ്രദോഷം. പ്രദോഷ സന്ധ്യയിൽ പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ ശിവഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുന്നു. ഈ സമയം സകല ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും എന്നാണ് വിശ്വാസം. അപ്പം പ്രദോഷവ്രത അനുഷ്ഠാനത്തിലൂടെ ആ സമയം നമ്മളവിടെ ഭഗവാന്റെ സന്നിധിയിലുണ്ടെങ്കിൽ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നമായിരിക്കുന്ന സമയമാണ് ഈ പ്രദോഷ സന്ധ്യ. ഈ പ്രദോഷ സന്ധ്യയിലെ ശിവക്ഷേത്ര ദർശനം പുണ്യദായകമാണ്. വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനെ ആരാധിക്കണം. അപ്പം ഈ പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തിയാൽ സന്താനലാഭം, ആരോഗ്യമൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം ഈ സമയത്ത് കരിക്ക്, ഭസ്മം, ബില്വയില എന്ന് വെച്ചാൽ കൂളത്തിലെ കൊണ്ടൊക്കെയുള്ള അർച്ചന ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട പൂജയാണ്. അതുപോലെ തന്നെ ശിവസഹസ്രനാമം, വേദസാര ശിവസഹസ്രനാമം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, അങ്ങനെ ഈ അവരവർക്ക് കഴിയുന്ന ഉരു എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും 108 ജപിക്കണമെന്നാണ്. ശിവപഞ്ചാക്ഷരിയൊക്കെ ജപിക്കുമ്പോൾ 108 തവണയെങ്കിലും ജപിക്കണം എന്നാണ്. അതിന് കഴിയാത്തവർ 9, അതിൻ്റെ ആ 3ൻ്റെ ഗുണിതങ്ങൾ 18, 21 അങ്ങനെയൊക്കെ ജപിക്കണം. ഈ ദിവസം മുഴുവൻ ശിവ ആരാധനയിൽ നമ്മൾ മുഴുകണം എന്നാണ് വിശ്വാസം. പ്രദോഷ ദിനത്തിൻ്റെ തലേന്ന് മുതൽ നമ്മൾ വ്രതം ആരംഭിക്കണം. തലേന്ന് ഒരിക്കലൂണാണ് അത് നിർബന്ധം. പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി കൂളത്തില കൊണ്ട് അർച്ചന, കൂളമാല സമർപ്പണം, പുറകു വിളക്കിൽ എണ്ണ, ജലധാര എന്നിവയൊക്കെ നടത്തണം. അല്ലെങ്കിൽ ഇതൊന്നും നടത്താൻ പറ്റില്ല. നമുക്ക് കഴിയുന്നത് പോലെ ഭഗവാനെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഇരിക്കണം. പിന്നെ അന്ന് പിറ്റേന്ന് ഇതിൻ്റെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നേത്യച്ചോറ് കഴിക്കും. പകൽ മുഴുവൻ ഉപവാസം കഴിഞ്ഞിട്ട് ഈ വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞാൽ ഈ നേത്യച്ചോറ് കിട്ടും. പിന്നെ പഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നൊക്കെ ചൊല്ലണം. പിന്നെ ശിവപുരാണ പാരായണം നടത്തുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഏകാദശി പോലെ തന്നെയാണ്. അന്ന് എണ്ണ തേച്ച് കുളി പാടില്ല. പിന്നെ പകൽ ഉറക്കം പാടില്ല. അത് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. പ്രദോഷ പൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളണം. പിന്നെ ഭഗവാന് കരിക്ക് നേദിച്ചിട്ട് അതിലെ ജലം നമുക്ക് തിരിച്ചു തരും, അത് കഴിക്കണം. അവിലോ മലരോ പഴമോ കഴിച്ചിട്ട് ഉപവാസം അവസാനിപ്പിക്കുക. പിന്നെ ആ ദീപാരാധനയ്ക്ക് ശേഷം അമ്പലത്തിൽ നിന്നുള്ള നേത്യച്ചോറ് കിട്ടും.
അത് വാങ്ങിച്ച് കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. നമുക്കൊരു ശിവപഞ്ചാക്ഷരി സ്തോത്രം ജപിക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലിലചന്ദനചർച്ചിതായ നന്ദീശ്വരപ്രമദനാഥ മഹേശ്വരായ മന്ദാരപുഷ്പബഹുപുഷ്പസൂചിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാരവിന്ദ സൂര്യായ ദക്ഷധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശിഖാരായ നമഃ ശിവായ. വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ ജടാധരായ പിനാഹഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. അപ്പം ഈ സ്തോത്രത്തിലുടനീളം നമഃ ശിവായ എന്ന സ്തോത്രത്തിൻ്റെ ആ പഞ്ചാക്ഷരിയുടെ അക്ഷരങ്ങളുണ്ട്. നാഗേന്ദ്ര ഹാരായ ത്രിലോചനായ ആ തുടങ്ങുന്ന 4 വരിയിൽ നകാരായ നമഃ ശിവായ ന്യായായി. പിന്നെ രണ്ടാമത്തെ തസ്മൈ മഹാരായ നമഃ മായുണ്ട്. പിന്നെ മൂന്നാമത്തെ ഖണ്ഡികയിൽ നമ ശിവായ ശിഖാരായ ഉണ്ട്. പിന്നെ അഞ്ചാമത്തേതിൽ വഖാരായുള്ള വ. പിന്നെ ആറാമത്തെ ശ്ലോകത്തിൽ യകാരായ എന്നുള്ള നമഃ ശിവായ. അങ്ങനെയാണ് നമഃ ശിവായ എന്നുള്ള അക്ഷരം ആ പഞ്ചാക്ഷരിയിൽ ഈ ശ്ലോകത്തിൽ ഈ ശിവപഞ്ചാക്ഷരി സ്തോത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ശ്ലോകത്തിൽ നാ വന്നു, രണ്ടാമത്തേതിൽ മാ വന്നു, മൂന്നാമത്തേതിൽ ശി വന്നു, നാലാമത്തേതിൽ വാ വന്നു, അഞ്ചാമത്തേതിൽ യാ വന്നു. അങ്ങനെ നമഃ ശിവായ വെച്ചിട്ടാണ് ഈ പഞ്ചാക്ഷരി സ്തോത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിത്യവും ഈ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചാൽ ഭഗവാന്റെ മൂലമന്ത്രമാണ്, പരിപാവനമായ മന്ത്രമാണ്. ഭഗവാൻ ഉഗ്രകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ്. അപ്പം ഇത് പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ഭക്തിയോടുകൂടി ജപിച്ചാൽ എന്താണ്, നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ദുഷ്ടശക്തികളും ഈ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുന്ന ആളിൽ ശല്യപ്പെടുത്തുകയില്ല. അപ്പം ഈ മന്ത്രമൊക്കെ തുടർച്ചയായിട്ട് ചെല്ലുമ്പോൾ നമ്മെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അഹംഭാവത്തെയൊക്കെ ഇല്ലാതാക്കി നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കി കളയും ഈ നമഃ ശിവായ എന്നുള്ള മന്ത്രം. അപ്പോൾ ഏതവസരത്തിലും നമുക്ക് ഈ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കാം. അപ്പം നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് ഈ ഗ്രഹദോഷങ്ങളൊക്കെ, ശനിദോഷം, അങ്ങനെ ചൊവ്വാദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും അവരെ പിടികൂടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രഭാതത്തിലോ പ്രദോഷ ദിനത്തിലോ ഒക്കെ നിലവിളക്ക് മുന്നിലിരുന്ന് 108 തവണ ഈ ഓം നമഃ ശിവായ എന്നും ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ ഇത് ഉതകും, ഈ മന്ത്രം. അപ്പോൾ എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് അത് നമ്മെ ചൊല്ലുന്ന ആളിനെയല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മളെ ചുറ്റിപ്പറ്റി ഉള്ള ആൾക്കാരെ എല്ലാം രക്ഷിക്കും എന്നാണ് പറയുന്നത്.
എല്ലാവരും ഇതറിഞ്ഞ് ഈ മന്ത്രം എപ്പോഴും ഒന്നുമില്ലല്ലോ, ഓം നമ ശിവായ എവിടെ ഇരുന്നാലും ജപിക്കാം. ഈവൻ നമ്മൾ ബാത്റൂമിൽ ഇരുന്നാൽ പോലും ഈ മന്ത്രം ജപിക്കുക എന്നാണ് പറയുന്നത് മനസ്സിൽ. അപ്പം നമുക്ക് പ്രാർത്ഥന എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാം, ഏത് സമയത്തും. അത് ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം എന്താണ്? അന്ത്യകാലത്ത് നമുക്കെപ്പോഴും മരണാസന്നായി കിടക്കുമ്പോഴും നമുക്ക് ഭഗവാന്റെ സാമീപ്യം ഉണ്ടാവും. ഈ ഓം നമ ശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നും നമുക്ക് എന്നും വിളിക്കുമ്പം ആ സമയത്തൊക്കെ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകും. ഭയമില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? അതല്ലേ നാരായണ എന്ന് വിളിച്ചപ്പം ഭഗവാന്റെ ആൾക്കാർ വന്ന് രക്ഷിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മകൻ്റെ പേരാണ് വിളിച്ചത് നാരായണ, എന്നിട്ട് പോലും എൻ്റെ ഭക്തൻ എന്നെ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് പാർഷദന്മാരെ പറഞ്ഞു വിട്ട് ഭഗവാൻ രക്ഷിച്ച കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ. അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രങ്ങളൊക്കെ സ്വായത്തമാക്കാനൊന്നുമില്ല. 5 അക്ഷരം പറയുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെന്നും ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാകും, ഭഗവാൻ നമ്മുടെ കൂടെയും ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നാമജപം ചെയ്യണം. നാമജപമാണ് ഈ കലികാലത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രം. ഹരേ രാമ ഹരേ രാമ എന്നുള്ള ആ മന്ത്രം ചൊല്ലിയാലും നമുക്ക് തീർച്ചയായിട്ടും മോക്ഷത്തിലേക്ക് എത്തും. എല്ലാവരും ചൊല്ലണം. ഈ നാടൊക്കെ അങ്ങ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ, ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാൻ ഈ മന്ത്രം ചൊല്ലണം.